ഒരുപാട് സന്തോഷമുണ്ട്. കാരണം എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ ചേർത്തലയിൽ ജനിച്ചതുകൂടെ താമസിച്ചുകൊണ്ടിരുന്ന സമയത്ത് ആദ്യമായിട്ടാണ് ഈ മാന്നാനം കഴിക്കുന്നത്. ഞാൻ 5ാം ക്ലാസ് പഠിച്ചിട്ടുണ്ട്. അന്ന് ഞങ്ങളുടെ ഇടവക കൊച്ചനായിരുന്ന ജോസ് എസ് ഞങ്ങളെല്ലാവരും കൂടി ഒരു വണ്ടിയിൽ കയറ്റി മാന്നാനം പോകുമ്പോൾ അത് ദീപിക ചിൽഡ്രൻസ് ലീഗിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ. അന്ന് മുതൽ ദീപിക ചിൽഡ്രൻസ് ലീഗിലും കേരള കാത്തലിക് സ്റ്റുഡൻസ് ലീഗിലും ഒക്കെ ആവേശത്തോടെ പങ്കെടുത്ത ഒരു ഭാഗ്യം എനിക്കുണ്ടായി. മാന്നാനം ചെറുപ്പം മുതലേ വളരെ ഒരു വലിയ വികാരമായി എൻ്റെ ഉള്ളിൽ കയറുവാനുള്ള ഒരു റീസൺ എൻ്റെ ചാച്ചൻ്റെ കസിൻ സിസ്റ്റർ ആയിരുന്ന ഒരു ആൻറ്റി ഉണ്ടായിരുന്നു, തർമാൻറ്റി. ആൻറ്റി ഇപ്പം വെച്ചു. ഈ ആൻറ്റിയാണ് എനിക്ക് ആദ്യമായിട്ട് ചാവറാച്ചനെ കുറിച്ച് പറഞ്ഞു തരുന്നത്. ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെയാണ് ചേർത്തലയിൽ ഞങ്ങളുടെ വീട്ടിൽ അയൽപക്കത്ത്. അപ്പോൾ അന്ന് ആൻറ്റി വായിച്ചിരുന്നത് ചാവറാച്ചൻ്റെ കുടുംബങ്ങളെ കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ ആൻറ്റി വായിച്ചിട്ടുണ്ട്. ഒരുപാട് പ്രായമുള്ള ആൻറ്റിക്ക് അത് കൈമാറി എവിടെയോ കിട്ടിയ പഴയ ഒരു പുസ്തകം ആൻറ്റിയുടെ കയ്യിലുണ്ട്. അതെന്താണെന്ന് എനിക്കറിയില്ല. പിന്നീട് കാലക്രമേണ ഞാൻ ഒരു പരസ്യചിത്ര സംവിധായകനായി മാറിയപ്പോൾ എനിക്ക് ചാവറ മാട്രിമോണി.comന്റെ പരസ്യങ്ങൾ ചെയ്യാനുള്ള ഒരു ഭാഗ്യം. പിന്നെ നമ്മുടെ മരിച്ചുപോയ KPC ചേച്ചി പിന്നീട് 2-3 പരസ്യങ്ങളെല്ലാം ചാവറ മാട്രിമോണി.comന് വേണ്ടി ചെയ്യുവാൻ സാധിച്ചപ്പോൾ അങ്ങനെയാണ് നമ്മുടെ റോബിയച്ചൻ്റെ സഹോദരൻ റോയിച്ചനെ ഞാൻ എറണാകുളത്ത് ചാവറയിൽ കണ്ടത്. ഞങ്ങൾ തമ്മിൽ സംസാരിച്ചപ്പോൾ റോയിച്ചന് എന്തോ ദൈവനിമിത്തം എനിക്ക് ചാവരം എടുത്ത് എൻ്റെ കയ്യിൽ തന്നു. ഞാനീ പറയുന്നത് 10-15 വർഷങ്ങൾക്ക് മുമ്പാണ്, 10-12 വർഷങ്ങൾക്ക് മുമ്പാണ്. അന്നൊരു ആവേശത്തോടുകൂടിയാണ് നമ്മൾ ഈ ചാവരം വായിച്ചു നോക്കുന്നത്. എല്ലാം എത്ര കൃത്യമായിട്ട് നമ്മുടെ കുറച്ച് മുമ്പ് ജോൺ പോൾ സാർ പറഞ്ഞ പോലെ, ജോൺ പോൾ സാർ ആ വീഡിയോയിൽ സൂചിപ്പിച്ചതുപോലെ, ഒരു നൂറ്റാണ്ടിനപ്പുറം ഒരു ഭവനം അതെങ്ങനെയായിരിക്കുമെന്നൊക്കെ ദൈവത്തിൻ്റെ കൃത്യമായ ഒരു ദൈവിക ചൈതന്യത്തോട്, ഒരു ആത്മീയ അറിവോട് കൂടി കാണുകയും അത് വരും തലമുറയിലേക്ക് എങ്ങനെ പ്രാവർത്തികമാകണം എന്ന് വിചാരിച്ചുകൊണ്ട് മരിക്കുന്നതിന് മുമ്പ് ചാവറേച്ചൻ കൊടുക്കുന്ന ആ ചാവരുളിൻ്റെ ഒരു പൊരുൾ വ്യക്തമായി മനസ്സിലാക്കുന്ന ഏത് മാതാപിതാക്കൾക്കും, ഞാൻ ഊന്നി പറയുകയാണ്, ചാവരുളിൻ്റെ പൊരുൾ മനസ്സിലാക്കുന്ന എല്ലാ മാതാപിതാക്കൾക്കും തങ്ങളുടെ മക്കളെ വളർത്താൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവും. ചാവരുളിൽ എന്നെ സ്പർശിച്ച ഏറ്റവും പ്രധാനമായ ഒരു കാര്യം, അതിൻ്റെ പൊരുളായി എനിക്ക് എൻ്റെ ഉള്ളിൽ കിട്ടിയത്, ഈ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പൊസിഷൻ, ദൈവത്തിന് 1ാം സ്ഥാനം കൊടുക്കുന്ന ഒരു ജീവിതം ഒരു കുടുംബം ക്രമപ്പെടുത്തുകയാണെങ്കിൽ ആ കുടുംബത്തിൽ താളം തെറ്റലില്ല. എൻ്റെ ചെറുപ്പത്തിൽ എന്നെ പ്രസംഗ മത്സരങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരുന്നത് എൻ്റെ മാതാപിതാക്കളാണ്. അപ്പോൾ DCLന്റെയും KCSLന്റെയും മലയാളങ്ങളിൽ നടത്തിയിരുന്ന അലക്സാണ്ടർ എൻഡോവ്മെന്റ് പ്രസംഗ മത്സരത്തിനൊക്കെ പ്രസംഗിക്കാനായിട്ട് പോകുമ്പോൾ എനിക്ക് ഒരുപാട് ടോപ്പിക്കുകൾ എൻ്റെ അധ്യാപകരായിരുന്ന മാതാപിതാക്കൾ പറഞ്ഞു തരും. എന്നെ അവരാണ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ചെറുപ്പത്തിൽ എന്നോട് പറഞ്ഞു തന്നിരുന്ന ഇന്നിപ്പോ ഒരു മാവിൻ്റെ ഒരു തൈ എനിക്ക് അവിടുന്ന് ഗിഫ്റ്റ് കിട്ടിക്കഴിഞ്ഞപ്പോൾ, എനിക്ക് നിന്നെ സ്വാഗതം ചെയ്തപ്പോൾ തന്നപ്പോൾ എൻ്റെ മനസ്സിലേക്ക് അതാ വന്നത്. വളരെ വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ എൻ്റെ അപ്പൻ ഒരു മരം നടുന്നതിനെ കുറിച്ച് എന്നെ ഒന്ന് കണക്ട് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. അത് ചാവറപിതാവിനെ പോലുള്ള വലിയ ദാർശനിക ചിന്തയുള്ളവർക്ക് അത് ഏറ്റവും ആപ്റ്റായിട്ട് എനിക്ക് തോന്നുകയാണ്. സാധാരണ നമ്മളൊരു മരം നടുമ്പോൾ ആ മരത്തിൽ നിന്നുളവാകുന്ന കായികനികളെ കുറിച്ച് മാത്രം ചിന്തിക്കുകയാണ്, ആ മരം തരുന്ന തണൽ മാത്രം ചിന്തിക്കുകയാണ്. പക്ഷേ ദീർഘവീക്ഷണമുള്ളവർ, ദൈവിക ജ്ഞാനമുള്ളവർ ഒരു വൃക്ഷം നടുമ്പോൾ ആ വൃക്ഷത്തിൽ നിന്ന് ഉളവാകുന്ന അനേകം വൃക്ഷങ്ങളെ, അതുവഴി ഒരു നിബിഡ വനത്തെയും സ്വപ്നം കണ്ടുകൊണ്ടാണ് ദൈവിക ചൈതന്യമുള്ളവർ ഒരു പദ്ധതി തുടങ്ങി വയ്ക്കുന്നത്. വിശുദ്ധ ചാവറ പിതാവ് ഏറ്റവും എളിയ ഒരു ശ്രമത്തിലൂടെ
ഒരു നവോത്ഥാനത്തിന് ഇന്ന് തിരികൊടുത്തിയെങ്കിൽ കേരള ചരിത്രത്തിൽ, ഭാരതസഭയുടെ ചരിത്രത്തിൽ എത്രയോ പൊൻകിരണങ്ങൾ വീഴ്ത്തുന്നതായിരുന്നു ചാവറപിതാവിന്റെ ഓരോ നീക്കങ്ങൾ. ചാവറപിതാവിന്റെ ചാവലുകൾ പ്രാവർത്തികമാക്കിയ, അല്ലെങ്കിൽ എനിക്കൊരു പക്ഷേ ഇങ്ങനെയാണ് ചിന്തിക്കാൻ തോന്നുന്നത്, ചാവറപിതാവിന്റെ ഏറ്റവും വലിയ സങ്കടം ഒരുപക്ഷെ വിദേശ രാജ്യങ്ങളിൽ മാത്രം ഉണ്ടാകുന്ന വിശുദ്ധർ എന്തുകൊണ്ട് നമ്മുടെ നാട്ടിൽ ഉണ്ടാവുന്നത്, ഭാരതത്തിൽ എന്തുകൊണ്ട് വിശുദ്ധരുണ്ടാവുന്നത്, കേരളത്തിൽ എന്തുകൊണ്ട് വിശുദ്ധരുണ്ടാവുന്നത്, ഒരുപാട് വിശുദ്ധരാൽ സമ്പന്നമാകണം നമ്മുടെ രാജ്യം എന്ന്, നമ്മുടെ സംസ്ഥാനം എന്ന് ചിന്തിച്ചിട്ടുള്ള ഒരു വ്യക്തിത്വത്തെയാണ് എനിക്ക് ചാവറപിതാവിലൂടെ എനിക്ക് കാണാൻ സാധിക്കുന്നത്. അത്യധികമായി കുടുംബനാഥനും കുടുംബനാഥയും വിശുദ്ധീകരിക്കപ്പെടുമ്പോൾ ആ കുടുംബത്തിൽ വളരുന്ന മക്കൾ മുഴുവൻ വിശുദ്ധീകരിക്കപ്പെടുമെന്ന് അന്ന് ചാവറപിതാവ് മനസ്സിലാക്കി. അപ്പൊ കുടുംബങ്ങളുടെ വിശുദ്ധീകരണമാണ് ഈ നാടിന്റെ നവോത്ഥാനം എന്ന് കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ട്. അങ്ങനെ ചാവറപിതാവിന്റെ ആ ഒരു ദീർഘവീക്ഷണത്തിലെ നമുക്ക് കാണാമല്ലോ, പിന്നീട് എലവുത്തുങ്കൽ കുടുംബത്തിലും ചിറമേൽ കുടുംബത്തിലും മുട്ടത്തുപാടത്ത് കുടുംബത്തിലും ഒക്കെ വിശുദ്ധരുണ്ടാകണമെങ്കിൽ, നമ്മുടെ തേവരപ്പറമ്പിൽ കുടുംബത്തിലും ഒക്കെ വിശുദ്ധരുണ്ടാകണമെങ്കിൽ ആ ചാവറപിതാവിന്റെ ദർശനം കൃത്യമായി നമ്മുടെ എല്ലാം കുടുംബങ്ങളിൽ പ്രാവർത്തികമാക്കി. അപ്പോൾ ഓരോ കുടുംബങ്ങളിലേക്കും ഇന്ന് CMI സഭ തങ്ങളുടെ ആയിരക്കണക്കിന് വൈദികരിലൂടെയും കന്യാസ്ത്രീകളിലൂടെയും നമ്മുടെ സ്ഥാപനങ്ങളിലൂടെ എല്ലാം കൈമാറിക്കൊണ്ടിരിക്കുന്നത് ആ മൂല്യങ്ങൾ. വിദ്യാഭ്യാസത്തിന് പരമപ്രധാനമായ ഒരു സ്ഥാനം കൊടുത്തുകൊണ്ട് സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടിരിക്കുന്നതിനെ മുഖ്യധാരയിലേക്ക് വിദ്യാഭ്യാസത്തിലൂടെയും ആതുര സേവനത്തിലൂടെയും കൊണ്ടുവരുന്ന ഒരു വലിയ നീക്കം CMI സഭ ചെയ്യുമ്പോൾ അത് ഒരു എഡ്യൂക്കേഷണൽ ഇവാഞ്ചലൈസേഷൻ. തീർച്ചയായും അതാണ്. അറിവ് ഒരു വ്യക്തിക്ക് നൽകുന്നത് വഴി അവനെ മൂല്യങ്ങളുടെ ഒരു ലോകത്തിലേക്കാണ് കൈവരിച്ചു വെക്കുന്നത്. ഒരു കുടുംബത്തിൽ കുടുംബനാഥൻ കുടുംബ പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം കൊടുക്കണമെന്ന് പറയുമ്പോൾ ആ കുടുംബത്തിൽ കുടുംബനാഥയോടൊപ്പം മുട്ടുകുത്തി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ആ ഒരു വിശുദ്ധി ആ കുടുംബത്തിന്റെ മക്കളെ മാതാപിതാക്കളും മരിച്ചു പോയാലും ഭൂമിയുടെ ഏത് അതിർത്തികളിലേക്ക് പോയാലും അത് മാറണം. കാരണം ഞാൻ കണ്ടിട്ടുണ്ട് 3 മണിക്ക് പുലർച്ചെ മുട്ടയിൽ നിന്ന് കരഞ്ഞ് നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു അമ്മയുടെ ചിത്രം ഒരു മകന്റെ ഉള്ളിൽ എത്രത്തോളം സ്ട്രോങ് ആയിട്ടാണ് അത് പതിയുന്നത്. വൈകുന്നേരങ്ങളിൽ പള്ളിമണി അടിക്കുമ്പോൾ വീട്ടിൽ ദൈവസന്നിധിയിൽ പ്രാർത്ഥനയ്ക്കായി ഒരുമിച്ച് കൂടുന്ന ഒരു കുടുംബത്തിലെ ഒരു കുഞ്ഞിന് അവനവന്റെ വിദ്യാഭ്യാസത്തിനോ ജോലിക്കോ വേണ്ടി ലോകത്തിലെ ഏത് രാജ്യത്ത് പോയാലും അവന്റെ മണിയിൽ 7:15 അടിക്കുമ്പോൾ അല്ലെങ്കിൽ 8 അടിക്കുമ്പോൾ അല്ലെങ്കിൽ ഉച്ച കഴിഞ്ഞ് 3 മണി അവന്റെ വാച്ചിലടിക്കുമ്പോൾ അവനറിയാം അവന്റെ ഭവനത്തിൽ അവന്റെ അമ്മ ഇപ്പോൾ മുട്ടയിൽ നിന്ന് കൈവച്ച് പിടിച്ച് പ്രാർത്ഥിക്കുകയായിരിക്കും. ഇങ്ങനെ ഒരു പിക്ചറാണ് നമ്മുടെ മക്കളുടെ മുമ്പിൽ നമ്മൾ കാണിച്ചു കൊടുക്കുന്നത്. നമ്മുടെ മാതൃക നമ്മൾ ഇങ്ങനെയാണ് കാണിച്ചു കൊടുക്കുന്നത്. പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കളിൽ നിന്നും ആ ദൈവിക ചൈതന്യം ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികൾ ഉൾക്കൊണ്ടേ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ യൂത്തിനെയും ചിൽഡ്രൻ മുഴുവൻ നമുക്ക് കൈവശം വന്നു പോകും. കാരണം ഈ ലോകം അവന്റെ മുമ്പിൽ സത്യമായതൊന്നും പറഞ്ഞു കൊടുക്കില്ല. നൈമിഷിക സുഖങ്ങളിൽ മാത്രമാണ് ഈ ലോകം നമ്മുടെ കുഞ്ഞുങ്ങളെ അട്രാക്ട് ചെയ്തുകൊണ്ട് പോകുന്നത്. അവിടെ നിന്നും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പിന്നീട് ദുഃഖകരമാകുന്ന ഈ ലോകം തരുന്ന നൈമിഷിക സുഖങ്ങളെ കുറിച്ച് കൃത്യമായ ധാരണ പകർന്നു കൊടുക്കാൻ മാതാപിതാക്കൾക്ക് അറിവ് ഉണ്ടാകും. ഒരുപാട് സ്നേഹത്തോടുകൂടി ഞാൻ എനിക്ക് ചാവറപിതാവിനോട് തോന്നിയിട്ടുള്ള എന്റെ ഏറ്റവും വലിയ ആദരവ് കൊണ്ടാണ് ഇന്ന് ഇത്രയും വലിയ ഒരു അനുഗ്രഹിക്കപ്പെട്ട ദിവസം നിങ്ങളെ അഭിസംബോധന ചെയ്യുവാൻ എനിക്ക് അവസരം ലഭിച്ചു. അത് ദൈവത്തിൽ നിന്നുള്ള ചാവറപിതാവിലൂടെ എനിക്ക് ലഭിച്ചിട്ടുള്ള ഒരു വലിയ അനുഗ്രഹമായി ഞാൻ കരുതുകയാണ്. വർഷങ്ങൾക്ക് ശേഷം ഞാൻ ഈ ചാവറ വായിച്ചതിനൊക്കെ വർഷങ്ങൾക്ക് ശേഷം ഒരു ദിവസം എന്നെ എറണാകുളത്ത് ലിയോ ഫിലിം സ്കൂളിൽ നിന്ന് എന്നെ ജയിക്കാൻ ഒരു ദിവസം വിളിക്കുകയാണ്. ജയിക്കാൻ ചാവറപിതാവിനെ കുറിച്ച് ഒരു ഡോക്യുമെന്റ് തയ്യാറാക്കി നമ്മുടെ CMC കോൺഗ്രിഗേഷൻ അത് ഒരു എക്സിബിഷൻ നമ്മുടെ മ്യൂസിയത്തിൽ പ്ലേ ചെയ്യുക. അതിന്റെ വോയിസ് ഓഫ് തരണം, അതിന്റെ അവതരിപ്പിക്കുവാനായിട്ട് നിന്നെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഇത് ഒരു മിറക്കിളാണ്. എങ്ങനെയാ സംഭവിച്ചതെന്ന് ഇന്നും എനിക്കറിയില്ല. അത്
പിന്നീട് ഞാൻ റെക്കോർഡിംഗ് സ്റ്റുഡിയോയിൽ പോയിട്ട് ചവറ പിതാവിനെ കുറിച്ചുള്ള എൻ്റെ ആ എഴുതി തയ്യാറാക്കിയിരിക്കുന്ന കാര്യങ്ങളെല്ലാം വായിച്ചപ്പോഴാണ് ഞാൻ മറ്റൊരു വലിയ സത്യം പറയുന്നത്. ഇതെല്ലാം ഒരു കൊച്ചു കുഞ്ഞിന്റെ കൗതുകത്തോടുകൂടി ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യം. നമ്മളൊക്കെ ചെറുപ്പത്തിൽ പ്രിയോരും മാങ്ങയൊക്കെ കഴിച്ചിട്ടുണ്ട്. ഈ പ്രിയോരും മാങ്ങയുടെ ഉത്ഭവം നമ്മുടെ പ്രിയോരച്ഛനായ ചാവറ പിതാവിൽ നിന്നാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അന്ന് ശ്രീലങ്കയിൽ നിന്നും കിട്ടിയ ഒരു സ്പെഷ്യൽ മാവിന്റെ തൈ ചാവറ പിതാവ് താമസിച്ചിരുന്ന ഭവനത്തിന്റെ സൈഡിൽ അത് കുഴിച്ചിടുകയും അത് പ്രിയോരച്ഛൻ നട്ടതുകൊണ്ട് പിന്നീട് അത് പ്രിയോര് മാങ്ങയെ അത് അറിയപ്പെടുകയും നമ്മുടെ നാട്ടിലൊക്കെ സുലഭമായി കിട്ടുന്ന ഒരു മാവായി അത് മാറുകയും ചെയ്തു. ഇന്ന് എനിക്ക് കിട്ടിയിരിക്കുന്നത് പ്രിയോര് മാവാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും അത് തന്നെ ആയിരിക്കും എൻ്റെ തറവാട്ടിൽ ഉണ്ടാവുന്നത്. ഞങ്ങൾ താമസിക്കുന്നത് തൃപ്പൂണിത്തുറയിലാണ്. ഞാൻ ഇടപ്പള്ളിക്കാരനാണ്, തൃപ്പൂണിത്തുറയിലാണ് താമസിക്കുന്നത്. അവിടെ അതിനുള്ള സ്ഥലമില്ല. പക്ഷെ തീർച്ചയായും എൻ്റെ തറവാട്ടിൽ വളരെ ആദരത്തോടുകൂടി എൻ്റെ മകനെ കൊണ്ട് തന്നെ ഞാനത് നടും, അത് കാത്തു പരിപാലിക്കാൻ ഞാൻ എൻ്റെ മക്കളോടും അത് പ്രതിജ്ഞാബദ്ധരായിട്ട് ഞാനത് പറയും. വളരെ സ്നേഹത്തോടുകൂടി ഇപ്പൊ കൃത്യം 3 മണി എൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ മുട്ടുകുത്തി കൈയിടിച്ച് കരഞ്ഞ് തന്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു അമ്മയുടെ ചിത്രം നമ്മുടെ ഉള്ളിലേക്ക് കഴിയുമ്പോൾ നമുക്കറിയാം നമ്മുടെ പീഡകൾ സഹിച്ച് മരിച്ച ആ ദിവ്യമായ ആ ഒരു മണിക്കൂർ, ആ മണിക്കൂറിന്റെ കരുണ എന്റെ കുടുംബത്തിന് വേണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാ മാതാപിതാക്കളും, തീർച്ചയായിട്ടും എന്നെ ശ്രമിക്കുന്ന എല്ലാ മാതാപിതാക്കളും അതൊന്ന് തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ട ഒരു ചെറിയ പ്രാർത്ഥന. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ കരുണയുടെ പ്രാർത്ഥന. വൈകുന്നേരം 3 മണി കഴിഞ്ഞുള്ള ഒരു സമയം 3-4 മിനിറ്റ് കൊണ്ട് തീരുന്ന ആ ഒരു കരുണക്കൊന്ത ചെല്ലുന്ന നല്ല മാതാപിതാക്കളായി നമുക്ക് മാറാം. നമ്മുടെ മക്കൾ നമ്മളെ കൃത്യമായിട്ട് ഫോളോ ചെയ്യും. ഞാൻ ഒരുപാട് സ്നേഹത്തോടുകൂടി ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്ന ഞങ്ങളുടെ ഒരു തറവാട്ടിലെ ആന്റി ആയിരുന്നല്ലോ ഈ ഈയത്ത് മരിച്ചുപോയ തർമാൻറ്റി എന്ന് പറഞ്ഞത്. അപ്പൊ തർമാൻറ്റി ഒരു സാധാരണ സ്ത്രീയാണ്. ആരോടും തല്ലുപിടിക്കാതെ, ആരോടും വഴക്കുകളില്ലാതെ തെക്കശ്ശേരി കിളവറമ്പിൽ കുടുംബത്തിൽ നിന്നും ചേർത്തല ഇരട്ടുപുഴ കുടുംബത്തിലേക്ക് കല്യാണം കഴിച്ചു വന്നിട്ടുള്ള ഒരു സാധാരണ സ്ത്രീ. പക്ഷെ ആ ഗ്രാമം മുഴുവൻ, ആ നാട് മുഴുവൻ, കുടുംബക്കാരും അയലോക്കക്കാരെല്ലാം ആ അമ്മച്ചിയെ കാണുന്നത് ഒരു വിശുദ്ധയാണ്. അപ്പൊ എനിക്ക് ഇന്നത്തെ എന്റെ തിരിച്ചറിവിൽ എനിക്കറിയാം വിശുദ്ധ ചാവറ പിതാവിന്റെ ദർശനം ഉൾക്കൊണ്ട ആ അമ്മച്ചി വർഷങ്ങൾക്ക് ശേഷം ഒരുപക്ഷെ വിശുദ്ധ അന്നത്തെ മാർപ്പാപ്പ ഒരുപക്ഷെ വിശുദ്ധ ഗണത്തിലേക്ക് ഉയർത്തപ്പെടാൻ യോഗ്യതയുള്ള ഒരു അമ്മച്ചിയാണ്. കാരണം ആ അമ്മച്ചി മരിക്കുന്നതിന് മുമ്പ് അവരുടെ പുസ്തകത്തിൽ എഴുതി വെച്ചിരുന്ന കുറച്ച് കാര്യങ്ങൾ, അതിന് ആമുഖമായിട്ട് പറഞ്ഞിരുന്നത് ചാവറവിന്റെ ഒരു പൊരുൾ ഉൾക്കൊണ്ട് ഒരു 33 വാക്ക്, ഒരു എന്താ പറയുക ഗൈഡൻസ് കുടുംബത്തിന് കൊടുക്കുക. അപ്പൊ നിങ്ങള് എനിക്ക് അനുവദിച്ചിരിക്കുന്ന ഒരു ചെറിയ സമയത്തിനുള്ളിൽ ഞാൻ ആ 33 കാര്യങ്ങൾ മാത്രം ഒന്ന് എളുപ്പത്തിൽ ഒന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ പ്രഭാഷണം അവസാനിപ്പിക്കും. കാരണം ഇതൊന്നും അമ്മച്ചി ജീവിച്ചിരുന്നപ്പോൾ ഞങ്ങൾ അറിഞ്ഞിരുന്നു. പിന്നീട് മരണശേഷം മക്കൾ വഴിയാണ് ഇങ്ങനെയുള്ള ഒരു കാര്യം ഞങ്ങൾ കാണുന്നത്. അതിൽ എഴുതിയിരിക്കുന്ന 1-ാം സ്ഥാനം, അത് ഞാനിത് പറയുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ചാവറിന്റെ പൊരുളാണ്. ഇത് ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരമ്മ മക്കളെയും ഭർത്താവിനെയും പരിപാലിച്ച് മുന്നോട്ട് പോകുമ്പോൾ ആ അമ്മയുടെ മനസ്സിൽ തോന്നിയ ഇന്നത്തെ കാലഘട്ടത്തിന്റെ ചിന്തകൾ. 1-ാം സ്ഥാനം ദൈവത്തിന് കൊടുക്കും. 2, ജീവിതം സുഖമായാലും ദുഃഖമായാലും അനുഭവിച്ചു തീർക്കണം, എന്നാലേ ജീവിതം പൂർണ്ണമാണ്. പരാതിയും, ഞാൻ ഈ നമ്പർ പറയുന്നത് ഓരോ പോയിന്റ്സ്. പരാതിയും പരിഭവവും ഇല്ലാതെ ജീവിക്കും. നന്മയും തിന്മയും തിരിച്ചറിഞ്ഞ് ജീവിക്കാനുള്ള കഴിവ് നമുക്കുണ്ട്. ഞാൻ കാരണം നീയും, നീ കാരണം ഞാനും ചീത്തയായി എന്ന് കുടുംബാംഗങ്ങൾ ആരും പറയാൻ ഇടവരുത്. ചെയ്യേണ്ടത് ചെയ്യേണ്ട സമയത്ത് എല്ലാവരും ചെയ്യുക. മാതാപിതാക്കളുടെ നല്ലത് മാത്രം മക്കൾ മാതൃകയായി സ്വീകരിക്കുക. സമ്പത്തിനേക്കാൾ കൂടുതൽ ബന്ധങ്ങൾക്ക് വില കൽപ്പിക്കുക. പ്രതീക്ഷയ്ക്ക് വഴികൊടുത്തിട്ട് മാറിക്കളയരുത്. ആരെയും പുറത്ത് കാത്തു നിർത്തി വിഷമിപ്പിക്കരുത്. ഒരു കാര്യം ഏറ്റെടുക്കുന്നതിനേക്കാൾ നല്ലത് ഏൽപ്പിച്ച കാര്യം
കഴിവ് പോലെ ചെയ്യുന്നതാണ്. മാതാപിതാക്കന്മാരെ സന്തോഷിപ്പിക്കുന്ന മക്കളുടെ ജീവിതം സുരക്ഷിതമായി. എന്തെല്ലാം ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഉണ്ടായാലും ബന്ധങ്ങൾ ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. എത്ര സഹനങ്ങൾ ഉണ്ടായാലും തന്റെ ജീവിത പങ്കാളിയെ വേദനിപ്പിക്കരുത്. മാതാപിതാക്കൾ എന്നും മക്കൾക്ക് നല്ല മാതൃകയായിരിക്കും. മാതാപിതാക്കൾ മക്കളെ എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കണം. ഒരു വ്യക്തിയുടെ നന്മയെ ആദ്യം പ്രശംസിക്കുക, അത് കഴിഞ്ഞ് മാത്രം തിന്മയെ വിമർശിക്കുക. താൻ ചെയ്യുന്നത് തെറ്റാണെന്ന് മനസ്സിലാക്കിയാൽ അത് അംഗീകരിക്കുവാൻ കുടുംബനാഥനോ കുടുംബനാഥയോ മടിക്കരുത്. ലഹരിക്ക് അടിമയാകരുത്. വൈദികരെയും ഗുരുക്കന്മാരെയും കന്യാസ്ത്രീമാരെയും ഒരിക്കലും കുറ്റം പറയരുത്. അവരും മനുഷ്യരാണ്. മനുഷ്യരുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് സഹായിക്കുക. ഇനി അവസാനത്തെ ഒരു പത്രത്തിലേക്ക് വരികയാണ്. അയൽക്കാരുമായിട്ടുള്ള ബന്ധം ഒരു കാരണവശാലും നഷ്ടപ്പെടുത്തരുത്. അമിതമായി ആരിൽ നിന്നും പ്രതീക്ഷിക്കരുത്. അധികം പ്രതീക്ഷിക്കാതെ ഇരുന്നാൽ കിട്ടുന്നതിൽ സംതൃപ്തി ലഭിക്കും. സ്നേഹിക്കുന്നവർക്ക് ശാസിക്കാൻ തോന്നുകയുള്ളൂ. ബന്ധമുണ്ടെന്ന് തോന്നിയാലേ ചോദ്യം ചെയ്യാൻ തോന്നുകയുള്ളൂ. നമ്മുടെ സാന്നിധ്യം ആഗ്രഹിക്കാത്ത ഒരു സ്ഥലത്തും പോകാതിരിക്കുന്നതാണ് നല്ലത്. കുടുംബത്തിൽ കുടുംബ പ്രാർത്ഥനയ്ക്ക് കുടുംബനാഥൻ പ്രാധാന്യം നൽകണം. വിവാഹിതരായതിനു ശേഷം മാതാപിതാക്കളെയും സഹോദരങ്ങളെയും നിന്റെ എന്റെ എന്ന് കാണാതെ നമ്മുടേതായി കരുതി നമ്മുടെ എന്ന് പറയുവാൻ മാതാപിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നഷ്ടപ്പെടുന്ന അവസരങ്ങൾ ഒരിക്കലും തിരിച്ചു കിട്ടുകയില്ല. നന്മ ചെയ്യാൻ കിട്ടുന്ന ഒരവസരവും ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. അവൻ രക്ഷപ്പെടുകയില്ല, അവൻ അനുഭവിക്കും എന്ന ശാപവാക്കുകൾ ഒരിക്കലും മാതാപിതാക്കളുടെ വായിൽ നിന്ന് വരരുത്. നമ്മൾ ചെയ്യുന്നത് ആത്മാർത്ഥമായി ചെയ്യുകയാണെങ്കിൽ ആരെന്ത് കുറ്റം പറഞ്ഞാലും നമുക്കതിൽ കുറ്റബോധമില്ലെങ്കിൽ വിഷമമുണ്ടാവില്ല. നമുക്ക് ചെയ്യാവുന്ന സഹായങ്ങൾ ആർക്കും ചെയ്യുക. അതിൽ സ്വന്തമോ ബന്ധമോ വലിപ്പച്ചെറുപ്പമോ നോക്കണ്ട. നമ്മൾ ചെയ്യുന്നതിന്റെ നന്മയും തിന്മയും മനസ്സിലാക്കുന്നത് ദൈവമാണ്. അതിനാൽ അതിന്റെ പ്രതിഫലം ദൈവം തരും. ദൈവം തരുന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദിയുള്ളവരായിരുന്നാൽ എന്തെല്ലാം ബുദ്ധിമുട്ട് വന്നാലും അത് സഹിക്കുവാനുള്ള കഴിവ് ദൈവം തരും. ഞാൻ ഇത് ആദ്യമായി വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ കൈകളിലും എൻ്റെ ശരീരത്തിലൊക്കെ ഒരു വലിയ പരിശുദ്ധാത്മാവിന്റെ ഒരു വലിയ അഭിഷേകം എനിക്ക് തോന്നി. ഇത് വർഷങ്ങൾക്ക് ശേഷം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വ്യക്തിയുടേതാണ്. വർഷങ്ങൾക്ക് ശേഷം ചാവറപിതാവിന്റെ ദർശനം ഉൾക്കൊണ്ട് ജീവിച്ച ഒരു കുടുംബനാഥയുടെ ഒരു ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ ഘട്ടത്തിൽ മരിക്കുന്നതിന് മുമ്പ് മക്കൾക്ക് എഴുതി കൊടുത്ത ഈ 33 നിർദ്ദേശങ്ങൾ, ഉപദേശങ്ങൾ ചരിത്രം ചർച്ച ചെയ്യപ്പെടുമെന്നുള്ള ഉറച്ച ബോധ്യം എനിക്ക് തമ്പുരാൻ ശക്തമായി തന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ നിങ്ങളോട് അത് പങ്കുവച്ചത്. നമ്മൾ കാണാതെ കേൾക്കാതെ എത്രയോ കുടുംബങ്ങളിൽ ഇന്ന് ദിവ്യ ജ്ഞാനത്തിന്റെ വെളിച്ചം പകരുവാൻ CMA സഭയ്ക്ക് സാധിച്ചിട്ടുണ്ട്. ഇനിയും ലോകം മുഴുവൻ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എപ്പോഴും CMA സഭയിലെ കാര്യങ്ങളിൽ ഞാൻ നോക്കുമ്പോൾ എനിക്ക് തോന്നുന്ന ഒരു സെക്യുലർ ചിന്ത ഏറ്റവും നന്നായി പ്രാക്ടീസ് ചെയ്യുന്ന ഒരു കോൺഗ്രിഗേഷനായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. സഹജീവികളിലെല്ലാം ദൈവത്തിന്റെ സാന്നിധ്യം കാണുന്ന ആ സെക്യുലർ ചിന്ത തന്നെയാണ് ഇന്ന് നമ്മുടെ രാജ്യത്തിന് ആവശ്യം. വലിയൊരു കാഴ്ചപ്പാടുള്ള CMA വൈദികരെയും കന്യാസ്ത്രീമാരുടെയും എല്ലാം കുടുംബത്തിൽ നിന്ന് വന്നിട്ടുള്ള മാതാപിതാക്കളെയും സഹോദരങ്ങളെയും ബന്ധുമിത്രാദികളെയും ഞാൻ ഈശ്വര സന്നിധി താഴ്മയോടെ സമർപ്പിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു, നിങ്ങളെ ഞാൻ അഭിനന്ദിക്കുന്നു. കാരണം എത്രയോ അച്ഛന്മാരുടെയും അമ്മച്ചിമാരുടെയും ദിവസം തോറും ചേർന്ന പ്രാർത്ഥനയിലും ത്യാഗപ്രവൃത്തിയാലും ഉപവാസത്താലും മുട്ടയിൽ വീണിട്ടുള്ള ആ കറുത്ത തഴമ്പിന്റെ ശക്തിയാലുമാണ് ഇന്ന് CMA സഭ, ഇന്ന് വൈദികരാലും ഒപ്പം തന്നെ CMC സഭ ഇന്ന് കന്യാസ്ത്രീമാരാലും സമ്പന്നമായിരിക്കുന്നു. ഓരോ വ്യക്തിയിലും ദൈവത്തെ കാണുന്നത് വഴി ക്രിസ്തുവിനെ ഈ ലോകത്തിന് പകർന്നു കൊടുക്കുവാൻ സാധിക്കുന്ന വലിയ ചൈതന്യം 200-ാം വർഷത്തിലേക്ക് കിടക്കുന്ന CMA സഭയ്ക്ക് ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഓരോ കുടുംബങ്ങളുടെയും നിർണായകമായ ചരിത്രത്തിൽ CMA സഭ എഴുതി ചേർക്കുന്നതൊന്നും പാഴായി പോവുകയില്ല. നമ്മുടെ കലാലയങ്ങളിൽ
നമ്മളെല്ലാം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നല്ലത് പറഞ്ഞു കൊടുക്കുമ്പോൾ അത് സ്വീകരിക്കുവാനുള്ള തുറവി നമ്മുടെ മക്കൾക്കുണ്ടാകാൻ എന്ന് കേൾക്കുന്ന മാതാപിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ അച്ഛന്മാരും കന്യാസിമാരിൽ നിന്നുമെല്ലാം നമുക്ക് പകർന്നു കിട്ടുന്ന ആ ദൈവിക ജ്ഞാനം നമ്മുടെ മക്കൾക്ക് ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുക. CMI സഭയുടെ എല്ലാ മിഷന്റെയും ദൈവം അനുഗ്രഹിക്കട്ടെ. യൂത്തിനും ചിൽഡ്രനും വേണ്ടി സമർപ്പിക്കപ്പെട്ട ഈ 2024 എല്ലാ പ്രവർത്തനങ്ങളെയും വിശുദ്ധ പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും സകല വിശുദ്ധരുടെയും സകല മാലാഖമാരുടെയും അനുഗ്രഹത്തോടുകൂടി ഒരു വലിയ വിജയമാവട്ടെ. കേരളത്തിൽ വീണ്ടും ഒരു നവോത്ഥാനത്തിന് CMI സഭ, എന്തിന്റെ കേരളം, ലോകം മുഴുവനുള്ള ഒരു വലിയ നവോത്ഥാനത്തിന് CMI സഭ ഇനിയും തിരികൊടുക്കട്ടെ. അതിന് ദൈവം അനുഗ്രഹിക്കട്ടെ. ഒപ്പം തന്നെ ചെറിയ ആഗ്രഹം, പിതാവിനെ സിനിമയിൽ കാണാൻ ആഗ്രഹമുണ്ട്. ഒരു ഹോളിവുഡ് പ്രൊഡക്ഷന്റെ ലെവലിൽ മാത്രമേ നമ്മളത് ചെയ്യാവൂ. ചെറിയ രീതിയിലാണെങ്കിൽ നമ്മളത് ചെയ്യരുത്, വലിയ രീതിയിൽ. ബിക്കോസ് ഐ ഹാവ് സീൻ ജോൺ 23rd മൂവി ഞാൻ ഒരിക്കൽ കണ്ടിരുന്നു. അന്ന് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. കാരണം ഒരു ഹോളിവുഡ് മൂവിയുടെ മേക്കിങ്ങിൽ ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് നമ്മുടെ ചാവറപിതാവിനെ ലോകത്തിന് മുമ്പിൽ ഏറ്റവും അഭിമാനത്തോടു കൂടി അവതരിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഒരാഗ്രഹം, 200-ാം വർഷത്തിന് മുമ്പെങ്കിലും ചാവറപിതാവിനെ കുറിച്ചുള്ള ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡിൽ ഹോളിവുഡ് ലെവലിലുള്ള ചാവറപിതാവിനെ നമുക്ക് ലോകത്തിന് പരിചയപ്പെടുത്തുന്നു. താങ്ക് യു വെരി മച്ച്. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. എന്നെ ഇന്നത്തേക്ക് വിളിച്ച പ്രൊഫസർ ഒരു പ്രത്യേകം നന്ദി. പ്രത്യേകം നന്ദി. എല്ലാ പ്രവർത്തനങ്ങൾക്കും എൻ്റെ പൂർണ്ണമായ സപ്പോർട്ട് ഉണ്ടാവും. പ്രിയ സർ, ജനറൽ സർ, എല്ലാ സമൂഹങ്ങൾക്കും നന്ദി. താങ്ക് യു വെരി മച്ച്.